ശബരിമലയിൽ അരവണ പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. അരവണ വിതരണം പരമാവധി 2 ടിന്നായി ചുരുക്കി. ഇതോടെ പ്രസാദ വിതരണ കൗണ്ടറുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ വൈകിട്ടോടെ പ്രതിസന്ധി പരിഹരിക്കും എന്ന ദേവസ്വം ബോർഡ് വാക്കും ഫലം കണ്ടില്ല. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നു. കിരൺ, സന്നിധാനത്തെ അരവണ പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇതുവരെ അതിനൊരു പരിഹാരം കാണാൻ ദേവസ്വം ബോർഡിന് ആയിട്ടില്ല. വിവരങ്ങൾ. 2 ദിവസമായിട്ട് ശബരിമലയിൽ ആരംഭിച്ച ഈ അരവണ പ്രതിസന്ധി അത് ഇന്നലെ മുതൽ വളരെ രൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ അരവണ പരിമിതമായ രീതിയിൽ മാത്രമാണ് വിതരണം ചെയ്യുന്നത്. അതായത് ഒരാൾക്ക് 2 എന്ന രീതിയിലേക്ക് ചുരുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇത് 5ലേക്ക് ചുരുക്കിയിരുന്നു. അതായത് ഈ അരവണ പ്രതിസന്ധി ആദ്യം ആരംഭിക്കുമ്പോൾ ഒരു 10 ടിന്ന് എന്ന രീതിയിലേക്കായിരുന്നു, ഒരാൾക്ക് 10 ടിന്ന് എന്ന രീതിയിലേക്കായിരുന്നു. പിന്നീട് അത് 5 ടിന്നിലേക്ക് ചുരുക്കി. പിന്നീട് ഇപ്പോൾ 2ലേക്ക് കുറച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും നിലവിൽ ഇപ്പോൾ സ്റ്റോക്കുള്ള ടിന്നുകൾ കൂടി തീർന്നു കഴിഞ്ഞാൽ ശബരിമലയിൽ അതിരൂക്ഷമായ ഒരു പ്രതിസന്ധിയിലേക്ക്, ഈ അരവണ പ്രതിസന്ധിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലിപ്പോൾ ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത് ഈ ടിന്നിന്റെ ലഭ്യത കുറവാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം. ഈ നിലവിലിപ്പോൾ ഏറ്റെടുത്തിരുന്ന, അതായത് കരാർ ഏറ്റെടുത്തിരുന്ന കമ്പനി ഇവർ മതിയായ ടിന്നുകൾ വിതരണം ചെയ്തില്ല. അതുകൊണ്ട് തന്നെ വേറൊരു കമ്പനിയെ ഇപ്പോൾ ടിന്നിന്റെ കരാർ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവർ എത്തിക്കുന്നതോടുകൂടി തന്നെ, അതായത് ഈ ടിന്നുകൾ എത്തുന്നതോടുകൂടി തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും എന്നുള്ളൊരു അവകാശവാദമാണ് ദേവസ്വം ബോർഡ് ഉന്നയിച്ചിരുന്നത്. ഈ കാര്യങ്ങൾ തന്നെയാണ് ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. അതായത് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്നും 1.5 ലക്ഷം ടിന്ന് ശബരിമലയിലേക്ക് ഉടൻ എത്തുമെന്നും ഇന്നലെ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നതാണ്. എന്നാൽ ഇന്നലെ വൈകിട്ടും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിഞ്ഞില്ല. വൈകിട്ടോടുകൂടി ആകുമ്പോഴത്തേക്കും പ്രതിസന്ധി രൂക്ഷമാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയത്. ഏതായാലും ഈ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ഇനി നിലവിലുള്ള കുപ്പികൾ കുറിഞ്ഞ്, അതായത് ഇപ്പോൾ നിലവിലുള്ള ടിന്നുകൾ കൂടി തീർന്നു കഴിഞ്ഞാൽ ശബരിമലയിൽ അതിരൂക്ഷമായ ഒരു പ്രസാദത്തിന്റെ പ്രതിസന്ധി കൂടി ഉണ്ടാകാനാണ് സാധ്യത. രോഹിണി, അത് മാത്രമല്ല കിരൺ, അതുകൊണ്ട് തന്നെ ഈ പ്രസാദ കൗണ്ടറുകളിൽ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നറിയാൻ കഴിയുന്നു. കാരണം ഓരോരുത്തർക്കും 2 ടിൻ എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായ ഒരു തള്ള് ഉണ്ടാകുമല്ലോ. രോഹിണി, ഇപ്പോൾ ഈ ഇങ്ങനെ പരിമിതപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ നിരവധി അയ്യപ്പന്മാർ ഒരുമിച്ച് വന്ന് ക്യൂവിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതായത് ഒരാൾക്ക് 2 ടിന്ന് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സംഘമായി വരുന്ന സമയത്ത് ഇവർ മുഴുവൻ പേരും ഈ ക്യൂവിൽ വന്ന് നിന്ന് പ്രസാദം വാങ്ങിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഇത് വലിയൊരു തിരക്കിന് കൂടി കാരണമാകുകയാണ്. പ്രസാദ വിതരണത്തിന്റെ കൗണ്ടറുകളായിട്ടുള്ള ഒന്ന് സന്നിധാനത്തിനടുത്തും പിന്നീട് മാളികപ്പുറത്തും ഉള്ള ഈ കൗണ്ടറുകളിലെല്ലാം തന്നെ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ ദിവസങ്ങളൊക്കെ നോക്കിയാൽ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ട ഒരു സമയമാണ് ഈ ദിവസങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ദേവസ്വം ബോർഡ് തന്നെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഓരോ ദിവസവും എത്തുന്നുണ്ട്. ഇങ്ങനെ ഈ ഭക്തജന തിരക്ക് കൂടുമ്പോൾ ഇതേ തിരക്ക് തന്നെയാണ് ഈ പ്രസാദ വിതരണം. എന്തായാലും അരവണ ടിന്നുകളുടെ എണ്ണത്തിൽ ഇതുവരെ എണ്ണം കൂട്ടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ദേവസ്വം ബോർഡിന് നൽകുന്ന ഒരു വലിയ കനത്ത ക്ഷീണം തന്നെയാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം. കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.